ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ നിൽക്കുന്നത് മുത്തൂറ്റ് ഹോണ്ട ഷോറൂമിൽ നിന്നാണ്. ആക്ച്വലി ഇതെന്ന് പറയുന്നത് നമ്മുടെ ഈഞ്ചക്കൽ കോസ്മോ സ്പോർട്സിൻ്റെ ഓപ്പോസിറ്റാണ് എൻ്റെ ലൊക്കേഷൻ. സോ ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ ഓൾറെഡി തമ്മിൽ കണ്ടതുപോലെ ഞാൻ ഹോണ്ട എലിവേറ്റിൻ്റെ റിവ്യൂ ആണ്. ഹോണ്ട എലിവേറ്റ് വന്നിട്ട് കുറച്ച് കാലമായി, പ്രൈസ് റിവ്യൂവിൽ വന്നിട്ടും കുറച്ച് കാലമായെന്ന് എനിക്കറിയാം. ബട്ട് സ്റ്റിൽ ഹോണ്ട എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഐ ഡു നോ ലോട്ട് ഓഫ് യു ഹാവ് ദിസ് ഫാൻ ബോയ്സ് ഫോർ ഹോണ്ട. സോ ഞാനൊരു ഹോണ്ട ഫാൻ ബോയാണ്. സോ ഞാനിവിടെ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഷോറൂം ഇതാണ്, ഹോണ്ടയുടെ ഷോറൂമാണ്. ഹോണ്ട മുത്തൂറ്റ് ഹോണ്ടയാണ്. സോ ഇവിടെ ഇപ്പോൾ കുറച്ച് ഓഫേഴ്സും അവൈലബിൾ ആണ്. ഹോണ്ട എലിവേറ്റ്, അമേസ്, സിറ്റിക്കൊക്കെ ഓഫേഴ്സ് അവൈലബിൾ ആണ്. സോ ഇവരുടെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. സോ ഇന്നത്തെ വീഡിയോയുടെ മെയിൻ കണ്ടന്റ് എന്ന് വെച്ചാൽ ഈ ഹോണ്ട എലിവേറ്റിൻ്റെ വാക്ക് അറൗണ്ട് ആസ് വെൽ ആസ് റൈഡ് റിവ്യൂ ആണ്. ഹേ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഹോണ്ട എലിവേറ്റിൻ്റെ മാനുവൽ ടോപ്പ് ട്രിം മോഡലാണ്. ടോപ്പ് ട്രിം മോഡൽ എന്ന് ZX മോഡലാണ്. സോ നമുക്ക് സ്ട്രൈറ്റ് അവേ നമുക്കിതിൻ്റെ എൻജിൻ ബേ ഒന്ന് ഓപ്പൺ ചെയ്യാം. സോ ഗൈസ്, ഇതാണ് ഇതിൻ്റെ എൻജിൻ ബേ. അപ്പോൾ നമ്മൾക്ക് സുപരിചിതമായ എൻജിൻ തന്നെയാണ്. 4 വാൽവ് നമ്മുടെ സിറ്റിയിൽ 1.5 ലിറ്റർ എൻജിനാണിത്. പ്രൊഡ്യൂസിങ് അറൗണ്ട് 119 BHP ആസ് വെൽ ആസ് 145 Nm ടോർക്കാണ് ഇത് ജനറേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഈ കാറിൽ വരുന്ന ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ തന്നെയാണ്. പിന്നെ 4 സിലിണ്ടർ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒബ്വിയസ്ലി അറിയാമല്ലോ അല്ലേ, ഇത് NVH ലെവൽസ് ഭയങ്കര കിടിലുമായിരിക്കും. നോയ്സ് ഒന്നും അകത്തോട്ട് ഒരിക്കലും ക്രീപ്പിനാവത്തില്ല. എൻജിൻ ബേ നല്ല ക്ലീൻ ആയിട്ട്, നമുക്ക് ഒട്ടും സുപരിചിതമല്ലാത്ത എൻജിൻ അല്ല ഇത്. നമുക്ക് ഭയങ്കര പരിചിതമായിട്ടുള്ള നമ്മുടെ സിറ്റിയിലൊക്കെ വരുന്ന 1.5 അതേ എൻജിൻ തന്നെയാണിത്. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് അടച്ചിട്ട് സംസാരിക്കാം ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കളറിൻ്റെ പേര് ഒബ്സിഡിയൻ ബ്ലൂ ആണ്. ആൻഡ് അതെന്ന് പറയുന്നത് ഗോൾഡൻ ബ്രൗൺ ആണ്. സോ അതെന്ന് പറയുന്നത് V വേരിയൻ്റ് ആണ്. അത് VX വേരിയൻ്റ് ആണ്, അതായത് ടോപ്പ് ട്രിമിന് തൊട്ട് താഴത്തെ വേരിയൻറ്റ്. ഇതെന്ന് പറയുന്നത് ZX മോഡൽ, അതായത് ടോപ്പ് ട്രിം മോഡലാണ്. ഇതിൽ കുറച്ച് ഡിഫറൻസസ് ഉണ്ട്. ലെതറൈറ്റ് സീറ്റ്സ്, പിന്നെ അകത്തുള്ള കുറച്ചൊരു ഡിഫറൻസസ് ഉണ്ട്. അത് ഞാൻ വഴിയേ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ബോണറ്റ് എന്ന് പറയുന്നത് നല്ല ഭയങ്കര ബ്രോഡായിട്ടുള്ള ഒരു ബോണറ്റ് തന്നെയാണ്. നല്ല ബോഡി ക്വാളിറ്റി, നമ്മൾ നേരത്തെ അകത്ത് കണ്ടതുപോലെ നല്ല ബോഡി ക്വാളിറ്റി ഉണ്ട്. സൗണ്ട് ക്രീപ്പിനാവത്തില്ല. ഞാൻ പറഞ്ഞ പോലെ സൗണ്ട് ഇൻസുലേഷൻ ആയാലും ആ ബോഡി ക്വാളിറ്റി ആയാലും നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഹെഡ്ലൈറ്റ് യൂണിറ്റ്, ഇതെന്ന് പറഞ്ഞാൽ LED ത്രോ ഉള്ള സാധനമാണ്. ഇതെന്ന് പറയുന്നത് DRL, ഓൾവേസ് ഓൺ ലൈറ്റ്സ് ആണ്. അതെന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റേഴ്സ് ആസ് വെൽ ആസ് ഇതിൽ ഇൻറ്റഗ്രേറ്റഡ് ആണ്. അതായത് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് ഇടുമ്പോൾ ഇത് തന്നെ നമ്മൾ DRL തന്നെ ഫ്ലോട്ടിംഗ് ആയിട്ട് ഇൻഡിക്കേറ്റേഴ്സിനെ കാണിക്കും, നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ. പിന്നെ ഇവിടെ ഹോണ്ടയുടെ തനതായ ക്രോം വെച്ച് ക്രോം വിട്ടൊരു കളിയില്ലെന്ന് പറയുന്നത് പോലെ ഹോണ്ടയുടെ ആ ക്രോം അവർ ഒരിക്കലും വിട്ടിട്ടില്ല. ആ നല്ല രീതിയിൽ നല്ല ക്രോം നല്ല വൃത്തിക്ക് 2 സൈഡിലായിട്ടും അത് കൊടുത്തിട്ടുമുണ്ട്. പിന്നെ നമ്മുടെ തനതായ ഹോണ്ടയുടെ നല്ല കിടില ഒരു വലിയ ബാഡ്ജിങ്. പിന്നെ ഇവിടെ ഹണികോം പോലത്തെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ താഴെ മാത്രമേ ആക്ച്വലായിട്ട് ഇവിടെ എയർ ഇൻടേക്കിന് വേണ്ടി വെച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ ആ ഒരു വിഷ്വൽ അപ്പീലിന് വേണ്ടി മാത്രമാണ് വെച്ചേക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടത്തേക്ക് നല്ല സിമെട്രിക് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ സ്ഥിരമായിട്ടുള്ള ഫോഗ് ലൈറ്റ്സ്, അത് LED യൂണിറ്റ്സ് ആണ്. പിന്നെ ഇതെന്ന് പറയുന്നത് ഏറ്റവും ടോപ്പ് ട്രിം മോഡൽ എന്ന് നേരത്തെ പറഞ്ഞല്ലോ. ആസ് വെൽ ആസ് ഇതെന്ന് പറയുന്നത് നമ്മുടെ കമ്പനിയിൽ നിന്ന് തന്നെ ലിപ്പ് ചെയ്ത ഒരു വേരിയൻറ്റും കൂടെയാണ്. അപ്പം കമ്പനിയിൽ നിന്ന് ലിപ്പ് ആക്ച്വലി കാറിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ ഇവിടം വരെ ഉണ്ട്. പക്ഷേ ലിപ്പ് കയറ്റിയുണ്ട് കുറച്ചൊന്ന് കുറഞ്ഞു. ബട്ട് സ്റ്റിൽ 220 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളൊരു വണ്ടി തന്നെയാണ് ഹോണ്ട എലിവേറ്റ്. അതായത് നമ്മുടെ സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടി തന്നെയാണ് ഹോണ്ട എലിവേറ്റ്. സോ പിന്നെ ഇവിടെ ഫ്രണ്ടിനെ പറ്റി വേറെ ഒന്നും പറയാനില്ല. ഇവിടെ നിങ്ങൾക്ക് കാണുന്നത് പോലെ നമ്മൾ അഡാസിന് വേണ്ടി അഡാസിനും ലൈൻ വാച്ച് അസിസ്റ്റിനും വേണ്ടി ക്യാമറയൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ലുക്കുണ്ട്. ആക്ച്വലി എനിക്ക് ആ വണ്ടിയുടെ ഓവറോൾ ലുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറേ പേര് പറയും ബോക്സി ആണെന്ന്, ബട്ട് സ്റ്റിൽ ഒരു ടൈംലെസ് ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ 1.5 VTEC കിറ്റ് ഇൻ യോ എന്തുകൊണ്ട് പറയുന്നതെന്ന് നമുക്ക് ഓട്ടിക്കുമ്പോൾ കൂടുതൽ മനസ്സിലാക്കാം. സോ നമുക്ക് ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ ഇങ്ങനെയാണ്. നമുക്ക് ബാക്കി കാര്യങ്ങളോട് പറയാം. അപ്പോൾ വീലെന്ന് പറയുന്നത് ഇവിടെ ഒരു നല്ലൊരു ക്ലാഡിങ് ഉണ്ട്. ആ ബോഡി കളറിങ് അല്ല, ബട്ട് സ്റ്റിൽ ഒരു ബോക്സി ആയിട്ടുള്ളൊരു ക്ലാഡിങ് ഇവർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഹോണ്ടയുടെ ബാഡ്ജിങ്, ഇത് ടോപ്പ് ട്രിം മോഡലായതുകൊണ്ട് നല്ലൊരു അലോയ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സൈസ് എന്ന് വെച്ചാൽ നിങ്ങൾ കാണുന്നത് പോലെ R15, 55, R17 ആണ്. ഇത് VX ആയതുകൊണ്ടാണ് ZX ആയതുകൊണ്ടാണ് ഈ ഒരു സൈസ്. ബട്ട് ഇഫ് VXO അല്ലെങ്കിൽ അതിൻ്റെ താഴത്തോട്ടൊക്കെ ആണെങ്കിൽ 16 ഇഞ്ച് ആയിരിക്കും. ഇത് 17 ഇഞ്ചാണ് വീല് വരുന്നത്. പിന്നെ ഇവിടെ നമ്മൾ മിറേഴ്സിൽ തന്നെയാണ് ഇൻഡിക്കേറ്റേഴ്സ് അലൈൻ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് രണ്ട് കളർ അവർ നല്ല ബ്രില്യൻ്റ്ലി ചെയ്ത് വെച്ചിട്ടുണ്ടത്. പിന്നെന്താണ്, ഇവിടെ ഇപ്പോൾ ടോപ്പ് ട്രിം മോഡലായതുകൊണ്ട് ഇവിടെ ക്രോം ഹാൻഡിൽസും റിക്വസ്റ്റ് സെൻസേഴ്സ് പാസഞ്ചർ ആസ് വെൽ ആസ് കോ പാസഞ്ചർ ആസ് വെൽ ആസ് പാസഞ്ചറിന് അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ B പില്ലർ ആയാലും A പില്ലർ ആയാലും C പില്ലറായിട്ട് നല്ലൊരു സെറ്റപ്പാണ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ നമ്മുടെ മുകളിൽ പറയുകയാണെങ്കിൽ നമ്മുടെ റൂഫ് റെയിലിംഗ് നല്ല രസമുണ്ട്. റൂഫ് റെയിലിംഗ് നമ്മൾ സാധാരണ കാറുകളിൽ കാണുന്നത് പോലെ ഇത് പുറത്ത് വന്നേക്കുന്നത് നമ്മൾ ഫ്ലഷോടെ ചേർന്നുള്ള ഫ്രം ദ വൂണ്ട് ഫ്രം ദ ഫ്ലഷ് ആയിട്ടാണ് ഈ ഒരു റൂഫ് റെയിലിംഗ് ചെയ്തേക്കുന്നത്. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് വെരി മച്ച് പ്രാക്ടിക്കൽ, ബട്ട് സ്റ്റിൽ ഇറ്റ് ലുക്സ് ഗുഡ് ആക്ച്വലി. ആൻഡ് സൈഡ് പ്രൊഫൈൽ ഇതാണ്.
ബാക്കിലായാലും നല്ല നല്ല വൈഡായിട്ടുള്ള ലൈക്ക് ക്വാർട്ടർ ഗ്ലാസ് ആസ് വെൽ ആസ് ലൈക്ക് ബാക്കിൽ പാസഞ്ചറിനുള്ള ഗ്ലാസും മെയിനായിട്ടുള്ള ആൾക്കാർക്കുള്ള പാസഞ്ചറിനുള്ള ഗ്ലാസും കോ പാസഞ്ചറിനും ബാക്കിലുള്ള പാസഞ്ചറിനും എല്ലാം നല്ല വൈഡായിട്ടുള്ള ഗ്ലാസ് ഏരിയ ഉണ്ട്. ബാക്കിലും ഫ്രണ്ടിലും അതേപോലത്തെ സെറ്റപ്പ് തന്നെയാണ്. ആ ഒരു ക്ലാഡിങ് അവർ ചെയ്തേക്കുന്നത് നല്ല രസമുണ്ട് ആക്ച്വലി. ആ ഒരു 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 അപ്ലിഫ്റ്റ്മെൻ്റ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ സെഗ്മെൻറ്റിൽ ക്ലാസ് ലീഡിങ്, ഗ്രൗണ്ട് ക്ലിയറൻസ് ആസ് വെൽ ആസ് ലഗേജ് ക്യാരിങ് കപ്പാസിറ്റി. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് വഴിയെ സംസാരിക്കാം. ബാക്ക് എന്ന് പറയുന്നത് അത് വേറെ ലെവലാണ് ഗൈസ്. ബാക്ക് എനിക്ക് ഈ കാറിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രണ്ടും ബാക്കുമാണ്. ബാക്ക് എന്ന് വെച്ചാൽ 458 ലിറ്റേഴ്സ് വരും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിച്ചു തരാം ഗൈസ്. ഭയങ്കര ഭയങ്കര അപാരമായിട്ടുള്ളൊരു ഒരു ലൈക്ക് ബാക്ക് ഏരിയയാണ്. ലൈക്ക് ലഗേജ് ബൂട്ട് ക്യാരിങ് കപ്പാസിറ്റി ആൻഡ് ലോഡിംഗ് ലിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും 220 mm ഹൈറ്റ് ഉള്ളതുകൊണ്ട് ലോഡിംഗ് ലിപ്പ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ബട്ട് ലോഡിംഗ് ലിപ്പ് ഈസ് സ്റ്റിൽ ഫൈൻ ഫോർ മീ. ഞാൻ ഒരു കൺസിഡറേഷൻ വെച്ച് നോക്കുമ്പോൾ ലോഡിംഗ് ലിപ്പ് വലിയ കുഴപ്പമില്ല. ആൻഡ് ഇറ്റ് ഈസ് 60-40 സ്പ്ലിറ്റ് ആണ്. സോ നല്ല 1000-ന് പുറമേ ഉള്ള ലിറ്റേഴ്സ് നമുക്ക് കിട്ടും ഇഫ് യു ആർ ലൈക്ക് ഡൂയിങ് ദാറ്റ് ആസ് വെൽ. ഇവിടെ ലൈറ്റ്സ് ഉണ്ട്, ഇവിടെ ജസ്റ്റ് ഹൂക്സ് പോലെ ഉണ്ട്, ഇവിടെ ഹുക്ക് പോലെ ഉണ്ട്. അപ്പം നത്തിങ് ഫാൻസി. പാഷ ഷെൽഫ് ആയാലും എല്ലാം അടിപൊളിയാണ്. പിന്നെ നമുക്കൊന്ന് അടച്ചു. അപ്പം ഇതിൻ്റെ മെയിൻ USP എന്ന് പറഞ്ഞാൽ സ്റ്റോറേജാണ്. നമുക്ക് ഹോണ്ടയുടെ സ്ഥിരമായിട്ടുള്ള USP എന്ന് പറഞ്ഞാൽ അവൻ്റെ മാൻ മാക്സിമം മിഷൻ മിനിമം അത് തന്നെയാണ് ഇവർ ഇതിലും ഫോളോ ചെയ്തേക്കുന്നത്. പിന്നെ ബാക്കിൽ പറയാനാണെങ്കിൽ ഇവിടെ ഒരു സ്കൂപ്ഡ് ഔട്ട് ആയിട്ടുള്ളൊരു ബാക്ക് യൂണിറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ ലൈറ്റ്സ് ഉണ്ട്, ബ്രേക്ക് ലൈറ്റ്സ് പോലെ. ഡീഫോഗേഴ്സ് ആൻഡ് വൈപ്പേഴ്സ് ഉണ്ട്. ഹോണ്ടയുടെ സ്ഥിരമായിട്ടുള്ള ബാഡ്ജിങ്, ഫ്രണ്ടിലത്തെ അതേ സൈസിലുള്ള ബാഡ്ജിങ്. കണക്റ്റഡ് ലൈക്ക് ടെയിൽ ലൈറ്റ്സ്, അത് LED യൂണിറ്റാണ്. ഇതെല്ലാം LED യൂണിറ്റ്സ് ആണ്. പിന്നെ ഇവിടെ നമ്മൾ സ്ഥിരമായിട്ട് എലിവേറ്റ് ആസ് വെൽ ആസ് iVTEC. പിന്നെ ഇവിടെ ഒരു ഫേക്ക് ആയിട്ടുള്ള എക്സോസ്റ്റ് പ്ലേറ്റ് പോലത്തെ ഒരു സെറ്റപ്പ്, ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ആൻഡ് ഇറ്റ് ലുക്സ് ആക്ച്വലി ഗുഡ്. നല്ല രസമുണ്ട് ആക്ച്വലി. ബട്ട് ആക്ച്വൽ എക്സോസ്റ്റ് വരുന്നത് നിങ്ങൾ കാണുന്ന പോലെ ഈ ഒരു പൊസിഷനിലാണ് ആക്ച്വൽ എക്സോസ്റ്റ് വരുന്നത്. ബട്ട് സ്റ്റിൽ ദിസ് ഫേക്ക് എക്സോസ്റ്റ് ലുക്ക് ഈസ് ആക്ച്വലി ഗ്രേറ്റ്. അപ്പോൾ ഇത് മൊത്തത്തിലുള്ള ഇതാണ് എൻ്റെ പാക്കേജ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും കവർ ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും കാര്യം ഞാൻ കവർ ചെയ്തിട്ടില്ലെങ്കിൽ, ഹോണ്ട എലിവേറ്റ് യൂസേഴ്സ് അല്ലെങ്കിൽ ഹോണ്ട എലിവേറ്റ് ഓണേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ നമുക്ക് വണ്ടിയുടെ അകത്ത് കയറി സംസാരിക്കാം. നമുക്ക് ബാക്കിൽ നിന്ന് തന്നെ ആദ്യം തുടങ്ങാം. കാരണം ഹോണ്ട സ്ഥിരമായതുകൊണ്ട് ഹോണ്ട എന്ന് പറഞ്ഞാൽ ബാക്ക്, അല്ലാതെ ഇത് പാസഞ്ചേഴ്സ് എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്നൊരു ബ്രാൻഡാണല്ലോ ഹോണ്ട. സോ നമുക്ക് ബാക്കിൽ നിന്ന് തന്നെ സംസാരിക്കാം. അടിപൊളി. ഭയങ്കര സൗണ്ട് ഐസൊലേഷൻ ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ബാക്കിലിരിക്കുകയാണ്. നല്ല അണ്ടർ തൈ സപ്പോർട്ട്. ഞാൻ ഇത് നല്ല ബാക്കിലോട്ട് എടുത്തിട്ടേക്കാണ്. നമ്മൾ ഡ്രൈവർ സീറ്റിനേക്കാളും കോ ഡ്രൈവർ സീറ്റ് നല്ല ബാക്ക് ഇട്ടിട്ട് പോലും, ഫോർ റെഫറൻസ് I am 5'7" വെച്ച് നോക്കിയിട്ട് പോലും നല്ല അണ്ടർ തൈ സപ്പോർട്ട് ആസ് വെൽ ആസ് ലെഗ് റൂം, നീ റൂം എല്ലാം ഉണ്ട്. ബാക്കിലൊരു AC വെൻ്റ് ഉണ്ട്. പിന്നെ ഇത് ഇവിടെ പിടിക്കാനുള്ള സെറ്റപ്പും, ഇവിടെ നല്ലൊരു ഗ്ലാസ് ഏരിയയും, ഇവിടെ നമ്മൾ കൈ വയ്ക്കാനുള്ള ഇത് I should say they had used these materials really well. ഇതിപ്പോൾ ടോപ്പ് ട്രിം മോഡലായതുകൊണ്ട് ലെതറൈറ്റ് മെറ്റീരിയലാണ്. അത് നല്ല രസമുണ്ട്. നല്ല പ്ലേസ്മെൻ്റാണ് വച്ചേക്കുന്നത്. ആൻഡ് ദിസ് ഈസ് ടോപ്പ് ട്രിം മോഡൽ ആയതുകൊണ്ട് ഇതിൽ നമ്മൾ 8 സ്പീക്കർ യൂണിറ്റ് ആണ്. അതായത് 4 സ്പീക്കേഴ്സ് ആൻഡ് 4 ട്യൂറ്റേഴ്സ് ആൻഡ് ഓൺ ഈച്ച് സൈഡ് 2 വീതം എല്ലാത്തിലും ഉണ്ട്. പിന്നെ ബാക്കിൽ പറ്റി പറയാനാണെങ്കിൽ ഇത് 6 എയർ ബാഗ് വരുന്ന യൂണിറ്റാണ്. ആൻഡ് സേഫ്റ്റിയുടെ കാര്യത്തിൽ നമുക്ക് വേറൊന്നും പറയില്ല, ഹോണ്ടയാണ്. നല്ലൊരു ഹെഡ് റെസ്റ്റ് യൂണിറ്റാണ്. നമ്മൾ സ്ഥിരം കാണുന്നത് പോലത്തെ അല്ല, കുറച്ച് ഡിഫറെൻ്റ് ഉണ്ട്. നമ്മൾ സിറ്റിയിലൊക്കെ കാണുന്ന ആ ഒരു മോഡലാണ്. ഇവിടെ ഒരു ബാക്ക് നമുക്കിങ്ങനെ കൈ വയ്ക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്, കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. ഇത് സീറ്റ് ടച്ച് ചെയ്യാത്ത ഒരു യൂണിറ്റാണ്. സാധാരണ നമ്മൾ ഹോണ്ട സിവിക്കിലൊക്കെ കാണുന്ന സീറ്റിൽ ടച്ച് ചെയ്യുന്ന യൂണിറ്റാണ്. ഇതിൽ ടച്ച് ചെയ്യുന്നില്ല. ആൻഡ് ഇറ്റ് ലുക്സ് ഗുഡ് ആസ് വെൽ. ഹേ ഗൈസ്, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്കിലത്തെ ആളിന് നല്ല പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പം സ്ഥിരമായിട്ടുള്ള ഹോണ്ടയുടെ നമ്മുടെ മാൻ മാക്സിമം മിഷൻ മിനിമം എന്ന് പറയുന്നത് പോലെ ഹോണ്ട സ്ഥിരമായിട്ടുള്ള സംഭവം തന്നെയാണ് ചെയ്തേക്കുന്നത്. ഞാൻ ഇപ്പോൾ നല്ല കംഫർട്ടബിൾ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് ഭയങ്കര അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള യൂണിറ്റും കൂടെ ആണ്. ബാക്കിലത്തെ ഈ ഒരു യൂണിറ്റ് അഡ്ജസ്റ്റബിളും കൂടെയാണ്, ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ ബാക്കിലത്തേലോട്ട് വരുന്നതാണെങ്കിൽ നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് വന്നിട്ട് ചെറിയൊരു സ്കൂപ്പിംഗ് ഉണ്ട്. സോ ദാറ്റ് ഇപ്പോൾ ഒരു 6'2" ഒക്കെ ആളാണെങ്കിലും നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റും. ലെഗ് റൂം ആയാലും നീ റൂം ആയാലും നമുക്കിപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ അണ്ടർ തൈ സപ്പോർട്ട് ആസ് വെൽ ആസ് ലെഗ് റൂമും എല്ലാം നല്ല രീതിക്കുണ്ട്. ആകെ ഒരു ഇഷ്യൂ എന്ന് പറയാൻ പറ്റത്തില്ല. ആകെ ഇവിടെ നടുക്ക് ഒരു ഹമ്പ് ഉണ്ട്. അപ്പം നടുക്കിരിക്കുന്ന പാസഞ്ചർ അത്ര കംഫർട്ടബിൾ ആണെന്ന് 3 people ക്യാൻ കംഫർട്ടബിളി സിറ്റ് ഹിയർ. ഞാൻ ഇപ്പോൾ നടുക്കിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരാൾക്ക് ഇവിടെ സ്പ്ലെൻഡിഡ് ആയിട്ട് ഇരിക്കാൻ പറ്റും. ബാക്കിലത്തെ AC കൊണ്ട് നല്ല പവർ ഉണ്ട് ഗൈസ്. പിന്നെ ബാക്കിലത്തേനെ പറ്റി പറയുകയാണെങ്കിൽ സീറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഡ്ജസ്റ്റബിൾ ആണ്, ഹൈറ്റ് ആൻഡ് ഇറ്റ്സ് സ്കൂപ്ഡ് ഔട്ട്. ആൻഡ് ഇവിടെ നമുക്ക് 2 ട്രേ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫോണെങ്കിൽ ഫോണ്, ഇവിടെ എന്തെങ്കിലും ഫയൽസോ അങ്ങനത്തെ കാര്യങ്ങൾ വയ്ക്കാം. ആൻഡ് ഇറ്റ് ലുക്സ് ഇറ്റ്സ് നത്തിങ് ഫാൻസി ബട്ട് സ്റ്റിൽ USB-C അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. പവർ ഒരു ഔട്ട്ലെറ്റേ ഉള്ളൂ. നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ഒറ്റൊരു ഔട്ട്ലെറ്റേ ഉള്ളൂ. ഇവിടെ AC ഉണ്ട്, ആ ഒരു ഒറ്റ ഔട്ട്ലെറ്റേ ഉള്ളൂ. ഇവിടെ ചെറിയായിട്ട് ഗ്രാബ് ചെയ്യാനുള്ള സെറ്റപ്പ്.
ഇവിടെ മിറർ കൺട്രോൾസ്, ട്വീറ്റർ, സ്പീക്കർ, 2 ബോട്ടിൽ ഹോൾഡ് ചെയ്യാനുള്ളൊരു സംഭവമുണ്ട്. അത് കൊള്ളാം, നല്ല പ്രാക്ടിക്കലായിട്ടുണ്ട്. നല്ല നല്ല വലിയൊരു ഭാഷ ഷെൽഫ്, നല്ല വ്യൂ ഉണ്ട്. ഇവിടുത്തെ ആ ക്വാർട്ടർ ഗ്ലാസ് നല്ല രസമുണ്ട് ഗൈസ്. പിന്നെ ബാക്കിൽ ലൈറ്റ് ഉണ്ട്. ബാക്കിലത്തെ ആൾക്കാർക്ക് ലൈറ്റ് വേണമെങ്കിൽ അത് LED യൂണിറ്റാണ്. ആൻഡ് ഫ്രണ്ടിൽ LED യൂണിറ്റ് ഉണ്ട്. അപ്പോൾ ഫ്രണ്ടിലുള്ള കാര്യങ്ങൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ പറയാം. ഇവിടെ മൊത്തത്തിലുള്ളൊരു നല്ലൊരു ഇരിപ്പുണ്ട്. ഇതാണ് ബാക്കിൽ നിന്നുള്ള വ്യൂ ഗൈസ്. ഫ്രണ്ടിലോട്ടുള്ള വ്യൂ ഇതാണ് ഗൈസ്. നല്ല ക്ലാസി ആയിട്ടുള്ള വൈബുണ്ട്. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു പേഴ്സണലി. സോ ഹോണ്ട എന്ന് പറയുമ്പോൾ മാനുവൽ മാഡാണത്, മാഡ്നെസ് ഇൻ മാനുവൽ. ഇറ്റ്സ് IVTEC ആക്ച്വലി. സോ നമുക്ക് കൂടുതൽ ഞാൻ ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് ഫ്രണ്ട് സീറ്റിലോട്ട് പോകാം ഗൈസ്. ഒന്ന് അടച്ചു നോക്കാം. അയ്യോ അടഞ്ഞില്ല, ഒന്നുകൂടെ അടയ്ക്കാം. നല്ലൊരു പ്രോപ്പർ തട്ടുണ്ട്. അപ്പോൾ ഇത് സ്റ്റിയറിംഗ്. ഒരു മിനിറ്റ്, ഞാൻ സീറ്റ് ഒന്ന് ബാക്കിൽ. ഓക്കെ, യെസ് കമ്മണൊരുപടി സ്റ്റിയറിംഗ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ സ്റ്റിയറിംഗ് സംസാരിക്കാം. സ്റ്റിയറിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ബോത്ത് ഫോർ റീച്ച് ആസ് വെൽ ആസ് റേക്ക്, ബോത്ത് ഫോർ ടെലിസ്കോപ്പിക്കാണ്. റീച്ചും റേക്കും എല്ലാത്തിനും ഇത് സപ്പോർട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സ്റ്റാൻസിലൊന്ന് ഫിക്സ് ചെയ്തോട്ടെ ഗൈസ്. യെസ്, ഫിക്സ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ നല്ലൊരു യൂണിറ്റാണ് സ്റ്റിയറിംഗ്. നമുക്ക് 3 സ്പോക്ക്, നമ്മൾ സിറ്റിയിലൊക്കെ വരുന്ന 3 സ്പോക്ക് യൂണിറ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ലൈക്ക് ഇവിടെ ഇങ്ങനെ വരുന്നത്, നമ്മളിങ്ങനെ കുറേ ഹൈവേയിൽ കുറേ നേരം ഓടിച്ച് ബോറടിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇതാണ് സ്റ്റിയറിംഗ് യൂണിറ്റ്. സ്റ്റിയറിംഗ് നല്ല റാപ്ഡപ്പ് ആയിട്ടുള്ളതാണ്. അത് സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞാൽ വൈറ്റ് സ്റ്റിച്ചിങ് ആണ്. സ്മാർട്ട് കീ ആണ് ആക്ച്വലി വരുന്നത്. അപ്പം എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് ആണ് ഇവിടെ വരുന്നത്. പിന്നെ ഇവിടെ ഫ്രണ്ടിൽ പറയാനാണെങ്കിൽ വേറെ എന്തുണ്ട്, സ്ക്രീൻ 10 ഇഞ്ച് യൂണിറ്റാണ്. ആൻഡ് I will say I will not say it's very much smooth, buttery smooth എന്ന് പറയത്തില്ല. ബട്ട് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത് ഭയങ്കര രസമായിട്ടാണ്. കാരണം 10 ഇഞ്ച് യൂണിറ്റ് ആണെങ്കിലും ഇവർ വച്ചേക്കുന്ന ഇൻ്റഗ്രേഷൻ എങ്ങനെയെന്ന് വെച്ചാൽ ഇവർ കുറേ ഫിസിക്കൽ കീസ് കൊടുത്തിട്ടുണ്ട്. ഐ ഡു റിയലി ലവ് ദീസ് ഫിസിക്കൽ കീസ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ടച്ച് യൂണിറ്റ് നമുക്ക് കുറേ ആകുമ്പോൾ ഭയങ്കര മെനക്കാണ്. പക്ഷേ ഈ ഫിസിക്കൽ കീസ് നമുക്ക് ഭയങ്കര ആക്സസിബിളാണ്. നല്ല രസമാണ് ആക്ച്വലി. ഫിസിക്കൽ കീസാണ് എനിക്ക് ഐ വിൽ എനി ഡേ പ്രിഫർ ഫിസിക്കൽ കീസ് ഓവർ ദീസ് ടച്ച് ഫങ്ഷൻസ്. നമുക്കിപ്പോൾ പെട്ടെന്ന് സൗണ്ട് കൂട്ടണോ കുറയ്ക്കണോ, ടച്ച് ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ബട്ട് ടച്ച് യൂസ്ഫുൾ ആണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് ചില കീസ് ഫിസിക്കൽ കീസ് തന്നെ വേണം, എന്നാലേ അതിൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു യൂസബിലിറ്റി വരത്തുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ നമ്മൾ സ്ഥിരമായിട്ടുള്ള ഹോണ്ടയുടെ ഫ്രണ്ട് ഭയങ്കര വലുതാണ്. ഐ വിൽ നോട്ട് സേ ഇറ്റ്സ് വെരി മച്ച് ജാസ് പോലെ അത്രയും ബ്രോഡല്ല. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ആ ഒരു ബോണറ്റ് ഫ്രണ്ടിലോട്ട് തന്നെ ത്രോ ചെയ്തിട്ടേക്കാണ്. പിന്നെ ഇവിടുത്തെ ഈ ടേക്ക് വുഡ് പോലത്തെ ഒരു ഫിനിഷ് നല്ല രസമുണ്ട്. പിന്നെ ലെതറൈറ്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒന്നും പറയാനില്ല. ലെതറൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചെറിയൊരു ബൂട്ട് ലൈക്ക് ഗ്ലൗ ബോക്സ് ഏരിയ ആണെങ്കിലും ഐ വിൽ നോട്ട് കംപ്ലൈൻ ടു മച്ച് അബൌട്ട് ദാറ്റ്. ആൻഡ് ഇവിടുത്തെ ആ ഒരു ലൈക്ക് ഹാൻഡിൽ ടു ഹോൾഡ് ഓൺ, ഇവിടുത്തെ ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ് ആക്ച്വലി. ലൈറ്റും കൂടെ ഉണ്ട്. മിക്കതിലും ഇപ്പോൾ ലൈറ്റ് കാണുന്നത് വളരെ കുറവാണ്, അത് നല്ല രസമുണ്ട്. പിന്നെ ഇവിടെ കാണാൻ ചാൻസ് ഇല്ല, ലൈറ്റ് കാണത്തില്ല, ജസ്റ്റ് സംഭവം മാത്രം, മിറർ മാത്രം. ഓവറോൾ ഒരു ക്യാബിൻ ക്വാളിറ്റി നല്ല രസമുണ്ട്. പിന്നെ നിങ്ങൾക്ക് കാണുന്ന പോലെ അണ്ടർ തൈ സപ്പോർട്ട്, ഇവിടെ ഇവിടെ ഒരു ഇതുണ്ട്, ഹാൻഡ് റെസ്റ്റ് ഉണ്ട്, ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടെ സ്പേസ് ഉണ്ട്, 2 കപ്പ്. ഇവിടെ വയർലെസ് ആണ്. വയർലെസ് നമുക്കിവിടെ USB A ഉണ്ട്. ഇവിടെ നമുക്ക് വയർലെസ് ഓൺ ഓഫ് ആക്കാനുള്ളത്. പവർ ഔട്ട്ലെറ്റ് ട്രേ ഇവിടെ ഉണ്ട്. ആൻഡ് ആ ഒരു ഇൻ്റഗ്രേഷൻ ഉണ്ടല്ലോ, ലെതറൈറ്റ് ആണ്. ഇത് പ്രോപ്പർ ലെതർ അല്ല, ബട്ട് ഇറ്റ് ലുക്സ് വെരി മച്ച് ലെതർ ലൈക്ക്. സോ അത് ലെതറൈറ്റ് മെറ്റീരിയലാണ്. ഇവിടെ ഗ്രാബ് ചെയ്യാനുള്ള പൊസിഷൻ ഇതൊക്കെ ബാക്കിലുള്ള പോലെ തന്നെയാണ്. സ്പീക്കർ, ട്വിറ്റർ എല്ലാം ഉണ്ട്. വേറെ ഇവിടെ പറയാനുള്ള ഇത് മറന്നുപോയില്ല, എലിഫൻറ്റിൻ്റെ റൂം ഇതാണല്ലോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്നത് ഓപ്പൺ ചെയ്തിട്ട് ഭയങ്കര വെളിച്ചം. യെസ്, നല്ലൊരു ചെറിയൊരു യൂണിറ്റാണ്. ഇറ്റ് വിൽ നോട്ട് എക്സ്റ്റെൻഡ് അപ് ടു ദ ബാക്കിലുള്ള ആൾക്കാർ, ബട്ട് സ്റ്റിൽ ആവശ്യത്തിനുള്ളൊരു ഏരിയ ഉണ്ട്. കൊള്ളാം. വെറുതും കൂടെ വെച്ചിട്ട് നമുക്കത് മൊത്തത്തിൽ കൊള്ളാം ഗൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഏരിയ, കൊള്ളാം. അപ്പോൾ ഇതാണ് അതിൻ്റെ കൺട്രോൾസ്. നമുക്കിതൊന്ന് അടയ്ക്കട്ടെ ഒരു സെക്കൻഡ്. യെസ്, ഇറ്റ്സ് അടച്ചു. ഇത് നമ്മൾ മാനുവലാണ് ചെയ്യാനുള്ളത് ഗൈസ്. ഇതിൽ നമ്മൾ കൺട്രോൾസ് വരുന്നത് വോളിയം അപ്പ് ആൻഡ് ഡൗൺ, ഹോം കീ, നമ്മുടെ സോഴ്സ് നമ്മൾ USB ആണോ ലൈക്ക് ബ്ലൂടൂത്ത് ആണോ, അതൊക്കെ കാര്യങ്ങൾ. പിന്നെ കോൾ എടുക്കാനുള്ളത്, കോൾ കട്ട് ചെയ്യാനുള്ളത്, സ്പീക്കർ അസിസ്റ്റൻറ്റ്, ക്രൂസ് കൺട്രോൾ ഇവിടെ മൊത്തം വരുന്നത്. ആൻഡ് അഡാസ് ലൈൻ വാച്ച് അതൊക്കെയാണ്. അതൊക്കെ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കാണുന്ന പോലെ ഈ ഒരു ക്യാമറ ഉണ്ടല്ലോ, ഈ സുനാപ്പി നമ്മളെ ഫ്രണ്ടിലോട്ട് എല്ലാം ത്രോ ചെയ്തിട്ട് നമുക്ക് അഡാസും ആ ഒരു ലൈൻ കീപ്പ് അസിസ്റ്റും അതൊക്കെ നമുക്ക് കുറച്ചുകൂടെ കൺട്രോൾസ് വരും ബാക്കിലേക്ക്. അത് നല്ലൊരു ഫീച്ചറാണ്. ഈ ഒരു കീ അമക്കുമ്പോഴേക്കും അവിടെ കാണാൻ പറ്റും. സോ സ്റ്റിയറിംഗ് കൺട്രോൾസിനെ പറ്റി പറയാനാണെങ്കിൽ ഇവിടെ നമുക്ക് സ്ഥിരം അറിയാവുന്ന പോലെ നമ്മുടെ ലൈറ്റ്സിൻ്റെ കൺട്രോൾസും, ഇവിടെ നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ബാക്കിലത്തെ ലെഫ്റ്റിലത്തെ മിററിൻ്റെ കാര്യമാണ്. ഇവിടെ നമ്മൾ സ്ഥിരം വൈപ്പർ കൺട്രോൾസാണ്, നത്തിങ് ഫാൻസി. ആൻഡ് ഇവിടെ നമ്മൾ RPM മീറ്റർ ആസ് വെൽ ആസ് സ്പീഡോമീറ്റർ, ഫ്യൂൽ മീറ്റർ, അങ്ങനത്തെ കാര്യങ്ങൾ. എഡാസ് ഫീച്ചേഴ്സൊക്കെ ഇതിനകത്ത് വരാം, അതിനെ പിന്നെ കാണിച്ചു തരാം. ഇവിടെ പറഞ്ഞ AC യൂണിറ്റ് 1 2 3 4 5 6 യൂണിറ്റ്സ് ഉണ്ട്. ഇവിടെ നമ്മുടെ ഹെഡ്ലൈറ്റ് ലെവലർ, ഇവിടെ ഇതിൻ്റെയൊക്കെ കൺട്രോൾസ്, നത്തിങ് ഫാൻസി. ആൻഡ്
തിങ്സ് സച്ച് ആസ് ഇറ്റ്സ് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ. ഇത് അടിപൊളി കേട്ടോ. ഇത് നല്ല നമ്മൾ പഴയ ജോയ്സ്റ്റിക്കൊക്കെ കളിക്കും പോലെ. ആൻഡ് AC ഇപ്പോൾ 2-ലും 1-ലൊക്കെ വച്ചാലും നല്ല ത്രോ ഉണ്ട്, നല്ല വെന്റിലേഷൻ ഉണ്ട്. ഇത്രയും വലിയ ക്യാബിനാണെങ്കിൽ പോലും നല്ല വെന്റിലേഷൻ ഉണ്ട്. ഇത് ഹാൻഡ് റെസ്റ്റ്, ഹാൻഡ് ബ്രേക്ക്, ഗിയർ, നല്ല പൊസിഷനിങ് അടിപൊളി കേട്ടോ ഗൈസ്. നല്ല ആ ഒരു ഡൈനാമിക്, ആ ഒരു ഡ്രൈവിംഗ് ഡൈനാമിക്സ് ഹോണ്ട റിയലി നെയിൽഡ് ഇറ്റ് വിത്ത് ദിസ് കാർ. പിന്നെ നമുക്കിനി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം ഗൈസ്. റവ് ഒന്നുകൂടെ ചെയ്യട്ടെ. ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓട്ടിച്ചു തുടങ്ങിയായിരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ റവ് ഹാപ്പി ആയിട്ടുള്ള സ്ഥിരമായിട്ടുള്ള ഹോണ്ടയുടെ ഒരു സ്വഭാവം തന്നെ റവ് ഹാപ്പി ആയിട്ടുള്ള നേച്ചറാണ്. നമ്മൾ 4000-5000 RPM ആകുമ്പോൾ വണ്ടിയുടെ ഒരു സൗണ്ട് എന്ന് പറഞ്ഞാൽ അനദർ ലെവലാണ് സംഭവം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഷോറൂമിൽ നിന്ന് ഇറങ്ങി നമ്മൾ ആ ലുലു മോൾ, ട്രിവാൻഡ്രം ലുലു മോളിൻ്റെ ആ ഒരു റോഡ്, ആ ഒരു സ്ട്രെച്ച് ഉണ്ടല്ലോ, ആ സ്ട്രെച്ച് ഒന്ന് കയറ്റാൻ വേണ്ടി ഞാൻ ഇരിക്കുകയാണ്. സോ ജസ്റ്റ് ക്യാമറയൊക്കെ ഒന്ന് നോക്കി എല്ലാം റെഡിയാക്കി വെച്ചേക്കണം. എനിക്കിപ്പോൾ തന്നെ ഇപ്പം ട്രാഫിക് നിൽക്കുകയാണെങ്കിലും എനിക്ക് കുറച്ച് വലിയ വണ്ടിയാണെങ്കിൽ പോലും ഐ ആം ലൈക്ക് നോട്ട് ഹാവിങ് ദാറ്റ് സ്ട്രെസ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ടോപ്പ് ട്രിം മോഡലാണ്. ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഉണ്ട്. പിന്നെ ബോണറ്റ് ആയാലും എനിക്ക് ബാക്കിലത്തെ വ്യൂ ആയാലും കാണാം. ലൈക്ക് ഇപ്പോൾ നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഇപ്പം ബാക്കിലത്തെ ഓട്ടോമാറ്റിക്കലി ലെഫ്റ്റിൽ ഇപ്പം ബ്ലൈൻഡ് സ്പോട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്റ്റ് ചെയ്തിട്ട് മറ്റേ കൊളിഷൻ വാർണിംഗ് പോലെ കാണിക്കും. അതുപോലെ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുകയാണെങ്കിൽ ലെഫ്റ്റ് മിററിൻ്റെ അവിടെയുള്ള ക്യാമറ ഓൺ ആയിട്ട് അവിടെ എന്തെങ്കിലും ലൈക്ക് വണ്ടികളുണ്ടോ, ഇൻ കേസ് ഇപ്പോൾ വണ്ടികളുണ്ടെങ്കിൽ തന്നെ മിറർ ഓൺ ആയില്ലെങ്കിൽ, ലൈക്ക് ക്യാമറ ഓൺ ആയില്ലെങ്കിൽ പോലും ഏതെങ്കിലും വണ്ടി ലെഫ്റ്റ് നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ പെട്ടെന്ന് ലെഫ്റ്റ് കയറി വരികയാണെങ്കിൽ തന്നെ അത് പെട്ടെന്ന് തന്നെ ആ ഒരു നമുക്കൊരു വാർണിംഗ് പെട്ടെന്ന് തരും. സോ ദാറ്റ് വി വിൽ ബി മോർ കോൺഷ്യസ് അബൌട്ട് ദാറ്റ്. അത് നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഒരു ഹൈവേ, നമ്മൾ ആ ലുലു മോളിലോട്ട് പോകുന്ന ഹൈവേ കയറിയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റി പുള്ളിക്കാരനോട് ചോദിക്കുകയാണ്. സോ ഇതിലുള്ള ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞുള്ള അഡാസ് ഫീച്ചേഴ്സ് ഉണ്ട്. അഡാസ് ലെവൽ 2 ആണ്. അതിപ്പം സാധാരണ ഓട്ടോമാറ്റിക്കിലൊക്കെയാണ് അത് വരാറ്. ബട്ട് ഹോണ്ടയുടെ മാനുവലിലും ഒരു അഡാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അഡാസ് ഉള്ളതുകൊണ്ട് തന്നെ അഡാസ് എന്ന് വെച്ചാൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ഡ്രൈവറിൻ്റെ സേഫ്റ്റിക്ക് അഡീഷണൽ ആയിട്ടുള്ള ഗൈഡൻസ് പോലത്തെ കാര്യങ്ങളാണ്. അതിലിപ്പം ഞാൻ അതിൽ കുറച്ച് ട്രൈ ഔട്ട് ചെയ്തായിരുന്നു. ഏതൊക്കെയെന്ന് വെച്ചാൽ നമ്മുടെ ലെയിൻ വാച്ച് അസിസ്റ്റ് ഉണ്ട്. അതായത് നമ്മളൊരു ലൈനിൽ കറക്റ്റായിട്ട് ലൈനിൽ പോവുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് നമ്മൾ കൈ വെച്ചേക്കണം സ്റ്റിയറിംഗിൽ. ലൈൻ വാച്ച് അസിസ്റ്റ് നമ്മൾ കൈ വെച്ചതിന് ശേഷം ഇപ്പോൾ നമ്മൾ സ്റ്റിയറിംഗിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണെങ്കിൽ പോലും ലൈക്ക് ഒരു ലൈനിൽ നമ്മൾ ഫോളോ ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് തന്നെ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ലൈനിൽ നിന്ന് അനങ്ങിയാൽ പോലും ലൈൻ വാച്ച് അസിസ്റ്റ് നമ്മളെ തിരിച്ച് ഏത് ട്രാക്കിലാണോ നമ്മൾ ഓടിക്കൊണ്ടിരുന്നത് ആ ട്രാക്കിലോട്ട് നമ്മളെ ഗൈഡ് ചെയ്യും. അത് നല്ലൊരു ഫീച്ചറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എന്തുണ്ടായിരുന്നു, പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്, അതായത് മറ്റേ കൊളിഷൻ വാർണിംഗ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കൊളിഷൻ വാർണിംഗ് ഉണ്ട്. സൈഡ് പാരിങ് ഇടിക്കാൻ വന്നെങ്കിലും വാർണിംഗ് ആണെങ്കിൽ ഇപ്പോൾ നമ്മളെ ഫ്രണ്ടിൽ ഏതെങ്കിലും വണ്ടി വരുന്നുണ്ടെങ്കിൽ പോലും അത് ലൈക്ക് നമുക്ക് ഒരു വാർണിംഗ് തരും. ഫസ്റ്റ് ബീപ്പ് നോയ്സ് ആയിരിക്കും. പിന്നെ നമ്മൾ ബ്രേക്ക് ചവിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് ഒരു ബീപ്പും കൂടെ തന്നിട്ട് പെട്ടെന്ന് തന്നെ സഡൻ ബ്രേക്ക് എഞ്ചിൻ്റെ സൈഡിൽ തന്നെ ഇടും. സോ ലൈക്ക് വണ്ടിയുടെ സൈഡിൽ തന്നെ ആ ബ്രേക്കിംഗ് ഇടും, വിച്ച് ഈസ് വെരി മച്ച് സ്ട്രോങ് ബ്രേക്ക്. സോ വാർണിംഗ് വരുമ്പോൾ തന്നെ നമ്മൾ ഒബ്വിയസ്ലി ആ വാർണിംഗ് ഭയങ്കര നമ്മൾ ഹസാഡസ് പോലെ തോന്നി നമ്മൾ ഓൾറെഡി ബ്രേക്ക് ചവിട്ടും. അതാണ് എൻ്റെ ഒരു രീതി. പിന്നെ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ഉണ്ട്. അത് നല്ലൊരു ഫീച്ചറാണ്. സാധാരണ മാനുവൽ കാർസിൽ അഡാപ്റ്റീവ് ആയിട്ടുള്ള ക്രൂസ് കൺട്രോൾ, അതായത് നമ്മളിപ്പം മിക്ക കാർ, ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ ഒരു പഞ്ചിൻ്റെ കാര്യം എടുത്താൽ തന്നെ ഇപ്പോൾ ക്രൂസ് കൺട്രോൾ ഓണാക്കിയാൽ നമ്മൾ സെറ്റ് ചെയ്യണം, സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും നമ്മൾ മാനുവലി ചെയ്യണം. പക്ഷേ ഇതിൽ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ എന്ന് പറഞ്ഞ ഫീച്ചറുണ്ട്. അത് ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. നമ്മളിപ്പോൾ ഹൈവേയിൽ ഇപ്പം ക്രൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു സ്പീഡിൽ ഇപ്പോൾ 30-ന് മുകളിൽ മാത്രമേ ക്രൂസ് കൺട്രോൾ വർക്ക് ആവത്തുള്ളൂ. ഒരു സ്പീഡിൽ നമ്മളിപ്പോൾ 30-ന് മുകളിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഫ്രണ്ടിലുണ്ടോ അല്ലെങ്കിൽ ബാക്കിലുണ്ടോ എന്നുള്ള രീതിയിൽ വണ്ടികളുടെ ഡെൻസിറ്റി വച്ച് മാത്രമേ വണ്ടിയുടെ സ്പീഡ് കൂടുകയും കുറയുകയും ചെയ്യത്തുള്ളൂ. അതുപോലെ ഫ്രണ്ടിൽ ഇപ്പോൾ ഏതെങ്കിലും വണ്ടി ഉണ്ടെങ്കിൽ തന്നെ ഓട്ടോമാറ്റിക്കലി സ്പീഡ് കുറയ്ക്കുകയും വണ്ടി ഇപ്പം നമ്മൾ ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വാർണിംഗ് തരയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഹോണ്ടയുടെ 1.5 എന്ന് വെച്ചാൽ ഐ ഡു ഹാവ് ദ ഡൗട്ട് ദാറ്റ് ലൈക്ക് 1.5 നമ്മുടെ സിറ്റിയിൽ വരുന്നതിൻ്റെ ആ പെർഫോമൻസും ആ ഒരു സ്റ്റെബിലിറ്റിയും എലിവേറ്റ് കിട്ടുമെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഇറ്റ്സ് എ സെയിം പ്ലാറ്റ്ഫോം ആണെങ്കിൽ പോലും ആ ഒരു ഡൈമെൻഷൻ ഡിഫറെൻ്റ് ഉണ്ടല്ലോ. ഇതൊരു എസ് യു വി ടൈപ്പ് അല്ലേ. സോ ആ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഓടിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് ആ സംഭവം മാറിക്കിട്ടി. ഒരു ഡിഫറൻസ് ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ സിവിക് ലൈക്ക് സിറ്റി ലൈക്ക് ലാസ്റ്റ് മോഡൽ സിറ്റീൻ്റെ ഒരു എന്താണ് ഒരു സ്പേഷ്യസ്നെസ് അല്ലെങ്കിൽ ആ ഒരു എന്തോ ലൈക്ക് അത് ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ പേഴ്സൺ ടു പേഴ്സൺ, ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവാണ്. എനിക്ക് കുറച്ചുകൂടെ സെഡാനാണ് കൂടുതൽ താല്പര്യം, എസ് യു വിനേക്കാളും സെഡാനാണ് താല്പര്യം. ആ ഒരു ലോവർ ടു ദ ഗ്രൗണ്ട് ഒരു ഗോ കാർട്ട് ആ ഒരു വൈബ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ട് അതേ ഇഷ്ടപ്പെടത്തുള്ളൂ. പക്ഷേ
ഇഫ് യു ആർ എ പേഴ്സൺ ലൈക്ക് ഫാമിലി പേഴ്സൺ ആയിട്ടുള്ള വ്യക്തിയാണ്, ഒരു ഹോണ്ട ഫാൻ ബോയ് ആണെന്നുണ്ടെങ്കിൽ ഈ എൻജിൻ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. ഈ വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം നിങ്ങൾക്ക് ആ ബോണറ്റ് കാണാൻ, നിങ്ങൾക്ക് വണ്ടിയുടെ ഫുൾ കൺട്രോൾ നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട്. എന്തുമാത്രം ഫീച്ചേഴ്സ് ഉണ്ട്, ലൈക്ക് 6 എയർ ബാഗ്സ് ആസ് സ്റ്റാൻഡേർഡ് അക്രോസ് ദ റേഞ്ച് ആൻഡ് ABSും നമ്മുടെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ക്രൂസ് കൺട്രോൾ, അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ, ABS, സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം കൊണ്ട് ലോഡഡ് ആയിട്ടുള്ള കാറാണ്. ബട്ട് ഐ മസ്റ്റ് അഡ്മിറ്റ് ദാറ്റ് ഇറ്റ് ലാക്സ് ബിഹൈൻഡ് സം ഓഫ് ദ തിങ്സ് സച്ച് ആസ് നമ്മൾ റൈവൽസിനുള്ള പോലത്തെ, നമുക്കിപ്പം ക്രെറ്റ ആയാലും അങ്ങനത്തെ കാറുകൾക്ക് ഇപ്പോൾ ഇതിൻ്റെ കോമ്പറ്റീഷൻ ഗ്രാൻഡ് വിറ്റാര, ഹൈ റൈഡർ, ക്രെറ്റ, അതിൽ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഫീച്ചേഴ്സ് ലൈക്ക് ഒരു എന്താ പറയുക, നമ്മുടെ സൺറൂഫ്, പിന്നെ നമ്മുടെ സീറ്റ് ഇതായിട്ടുള്ളത്, അതായത് മസാജ് വരുന്ന സീറ്റ്സ്, പിന്നെ കുറച്ചുകൂടെ നല്ല ഡിസ്പ്ലേ, പിന്നെ അങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ലോ. ലൈക്ക് അതൊരു ആവശ്യകതയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ആഡ് അപ്പ് ടു ദ ഹോൾ എക്സ്പീരിയൻസ്. ബട്ട് സ്റ്റിൽ അങ്ങനത്തെ കാര്യങ്ങളിൽ ഹോണ്ട ലാക്കിംഗ് ആണ്. ഐ മസ്റ്റ് അഡ്മിറ്റ് ദാറ്റ്. ബട്ട് ഇഫ് യു റിയലി ആർ എ ഫാൻ ബോയ് ഓഫ് ഹോണ്ട ആൻഡ് നിങ്ങൾക്ക് സിറ്റി ഇഷ്ടപ്പെടുമെങ്കിൽ ഈ കാർ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഇടയ്ക്കിടയ്ക്ക് നല്ല റോഡ് കിട്ടുമ്പോൾ ഞാൻ ത്രോട്ടിൽ നല്ല കയറ്റുന്നുണ്ട്. നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ളൊരു എഞ്ചിൻ തന്നെയാണ്. സോ ഗൈസ്, ഇതിൻ്റെ മൈലേജ് എന്ന് വെച്ചാൽ സിറ്റി ട്രാഫിക്കിൽ 12 to 15, ഹൈവേസ് ലൈക്ക് നല്ല റോഡിൽ ക്രൂസ് ചെയ്ത് പോകുന്ന അതായത് നല്ല റോഡുകളാണെങ്കിൽ നിങ്ങൾക്ക് ഒബ്വിയസ്ലി 18 to 20, 22 ആ റേഞ്ച് കിട്ടും എന്നാണ് ലൈക്ക് ഞാൻ അവിടെ ഉള്ളവർ ചോദിച്ചത്. ലൈക്ക് മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും സിറ്റിയിലാണ് കൂടുതൽ ഓട്ടിക്കാറ്. സോ അവരുടെ എല്ലാം മൈലേജിൻ്റെ ഒരു ആവറേജ് ഞാൻ കണക്കെടുത്ത് നോക്കിയപ്പോൾ 12 to 16 ആണ് അവരെല്ലാം പറയുന്നത്. സോ നമുക്കൊരു 14 ഒക്കെ ആവറേജ് പറയാം, ആ റേഞ്ചിന് കിട്ടും. പിന്നെ സർവീസ് കോസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ സിറ്റിക്കൊക്കെ വരുന്ന സർവീസ് കോസ്റ്റ് തന്നെയാണ്. ഭയങ്കര കൂടുതലൊന്നും ഞാൻ പറയത്തില്ല. ലൈക്ക് ഈ കാർ മേടിക്കുമ്പോൾ വി ഷുഡ് എക്സ്പെക്ട് ദാറ്റ് വി വിൽ ഹാവ് ടു സ്പെൻഡ് ദീസ് മച്ച് എക്സ്ട്രാ, റൈറ്റ്? സോ അങ്ങനത്തെ കാര്യങ്ങളാണ് ഇതിലുള്ളത്. അപ്പം ഈ വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് ആക്ച്വലി ഈ വണ്ടി ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻജിൻ ലൈക്ക് നിങ്ങളൊരു ഡ്രൈവിംഗ് പ്ലഷർ വേണ്ടിയാണ്, ലൈക്ക് നിങ്ങൾ പണ്ടത്തെ സിവിക് സിറ്റി ആ ഒരു ഡ്രൈവിംഗ് പ്ലഷർ നോക്കിയാണ് ഈ വണ്ടി എടുക്കണമെങ്കിൽ ഉറപ്പായിട്ട് എടുക്കരുതെന്നേ ഞാൻ പറയുള്ളൂ. ബട്ട് നല്ലൊരു റിലയബിളായിട്ടുള്ള നല്ല ലോഞ്ചിവിറ്റി ഉള്ള ഒരു എൻജിൻ വേണം, ഒരു ജാപ്പനീസ് ആയിട്ടുള്ളൊരു എൻജിൻ, ആ ഒരു പുതിയൊരു ഫ്രഷ് ആയിട്ടുള്ള SUV ഫ്രം ഹോണ്ട അതെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. യു ഷുഡ് ഡെഫിനറ്റ്ലി ഗോ ഫോർ ഇറ്റ്. 1.5 NA VTEC കിക്ഡ് ഇൻ യോ ആ എൻജിൻ തന്നെയാണിത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള കണ്ടൻസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത കാറുമായി ഞാൻ വരുന്നതുവരെ ദിസ് ഇസ് മീ വിയർ സ്പോയ് സൈനിങ് ഔട്ട്. ടാറ്റാ ഗൈസ്. മൈൽഡായിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യും.